ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ അല്ല, ഞാനിപ്പോഴും ഡിസംബറിലാണ് നിൽക്കുന്നത്. സോറി, ജനുവരി 17-ാം തീയതിയാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരി 18-ാം തീയതി ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 17th നൈറ്റായി. ഇന്നും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു പുതിയ വർഷം ഞാൻ വെറും എന്താ പറയുക, പോസ്റ്റ് മാൻ അല്ലെങ്കിൽ പോസ്റ്റ് വുമൻ എന്നറിയപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഓക്കെ, അത് ഒരുപാട് പേര് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു പോയിട്ടുള്ള കുറേ ആൾക്കാരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ, തുറന്നു എന്നുള്ളത്. ഞാൻ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തുറന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഗൈസ്, ഞാനതൊരു തുറന്നിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ പേഴ്സണലിയും പറഞ്ഞു, അല്ലാണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗിഫ്റ്റ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, എനിക്ക് കുറച്ച് ടൈം തരുമെന്നുള്ളത്. അങ്ങനെ ഒരു മാസം എടുത്തു ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ നെക്സ്റ്റ് ഡേ ഡിസംബർ 17th ബർത്ത്ഡേ നൈറ്റിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ ഒന്ന് സുഖമില്ലാണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. 19th നാട്ടിൽ നിന്ന് കോള് വരുന്നത്. എൻ്റെ ഉമ്മമ്മ മരണപ്പെട്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു 11 ദിവസമൊക്കെ ഞാൻ നാട്ടിൽ നിന്നു, തിരിച്ചു വന്നു. അല്ലറ ചില്ലറ കുറേ കാരണങ്ങളാൽ എനിക്കിതൊന്നും തുറക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം തന്നവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയാണ് തന്നത്. എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാരൊക്കെയാണ് എനിക്കിതൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും, ബർത്ത്ഡേ വീഡിയോസൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ആൻഡ് ഫൈനലി ഞാനിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇന്നും ഓപ്പൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു അർത്ഥം ഇല്ലാണ്ടായിപ്പോൾ. ബിക്കോസ് ഇന്ന് ജനുവരി 17th ആണല്ലോ. അപ്പം ഡിസംബർ 17th കിട്ടിയ ജനുവരി 17th ഒരു മന്തിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ, ബട്ട് ഡേറ്റ് ആ സെയിം. അപ്പം നമുക്ക് എന്തെന്ന് തുടങ്ങാമെന്നുള്ളത്, നമുക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് നിന്ന് തുടങ്ങാം. എനിക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ്, ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അല്ല, ഓക്കെ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഞാനിത് കാണുമ്പം, ഈ ഒരു സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചത്. എന്താ ഇതിനകത്ത് സംഭവം, ഇതെന്താ ഒരു ഗോൾഡ് ജ്വല്ലറിയുടെ ബോക്സിനകത്ത് ഇങ്ങനൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്താളിച്ചിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല, എവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊരു ഗോൾഡ് കോയിൻ. ആൻഡ് ദിസ് വൺ 24 carat ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു 4 ഗ്രാമൊക്കെ വരും. എനിക്ക് അത്യാവശ്യം വലിയൊരു ബ്രേസ്ലെറ്റോ മാലയൊക്കെ പണിയാനുള്ളതൊക്കെ ഉണ്ട്. ഒരു 4 ഗ്രാമിൻ്റെയാണ്, 24 carat ആണ്. എനിക്ക് ഇതാണ് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദിസ്. ആൻഡ് ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഞാൻ മാറ്റിവെക്കാം, അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ തുറക്കാം. എനിക്ക് ഈ തുറക്കുന്നതല്ല പ്രശ്നം, ഈ തുറക്കുന്നത് ഞാൻ എവിടെ, ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വെക്കാം അല്ലേ, അല്ലാതെ ബാക്കിലൊരു സ്ഥലമല്ല കുറേ നിറഞ്ഞിട്ടാണുള്ളത്. സെക്കൻഡ് ഗിഫ്റ്റ് ഇവിടെ എന്നെ എന്തായാലും ഇതൊന്നും തുറക്കാൻ സമ്മതിക്കില്ല തോന്നുന്നു. എടാ ഇച്ചിരി സമ്മതിക്ക്. എന്താ ഇപ്പോൾ തുറക്കുക, ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്താ തുറക്കുക എന്നുള്ള. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകുള്ളൂ. ബിക്കോസ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് വന്ന സമയത്ത് ആൾക്കാർ എനിക്ക് തന്ന സാധനങ്ങൾ അന്നേരം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇന്ന സാധനങ്ങൾ ഇന്ന കവറൊക്കെ ഇന്ന ആൾക്കാർ തന്നു എന്നുള്ളത്. ബട്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ആരൊക്കെ എന്തൊക്കെ തന്നെന്നുള്ളത്. ഒരു മാസം കഴിഞ്ഞല്ലോ, അപ്പം എനിക്ക് അറിയാൻ പാടില്ല ആരാ എന്താണെന്നൊക്കെ ഉള്ളത്. ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യത്തിലല്ല ഉള്ളത്. യെസ്, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുള്ളത്. തുറക്കണം. ഐ ലവ് ദിസ് കളർ. സൂപ്പർ ആയിട്ടോ. കയ്യിലൊക്കെ നല്ല ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൗണാണെന്ന് തോന്നുന്നു. യെസ്, മാഷാ അല്ലാ. കൊള്ളാം. നെറ്റൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ഇതാര് തന്നിട്ടുള്ളതാണെങ്കിലും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. നല്ല ഫ്ലോർ ലെങ്ത്തിലുള്ള, നല്ല അത്യാവശ്യം ഫ്ലോർ ലെങ്ത്തിലുള്ള ഒരു അടിപൊളി പിങ്ക്, ബേബി പിങ്ക് ആണ് കേട്ടോ. അതിൽ കുറച്ച് ഡാർക്കായിട്ട് കാണിക്കുന്നുണ്ട്, എന്നാലും നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ് വിത്ത് ബെൽറ്റ്. ഇഷ്ടപ്പെട്ടു. ആരാണെങ്കിലും താങ്ക് യു സോ മച്ച്. എനിക്ക് മറന്നുപോയി സത്യം പറഞ്ഞതിന്. വീഡിയോയിലും അധികം ആൾക്കാർ ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തത്. എന്തായാലും ഈ സാധനം തന്ന ആളോട് താങ്ക് യു സോ മച്ച്. കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഏത് തുറക്കണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അയ്യോ ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഗിഫ്റ്റ് റാപ്പ് ചെയ്തൊക്കെ പിന്നെ നോക്കാം. ബിക്കോസ് കുറച്ച് ടൈം എടുക്കും, അതെനിക്കും കുറച്ചുകൂടെ ടൈം കളയേണ്ടി വരും. സോ ഓപ്പണാക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് ഇതാര് തന്നെന്നുള്ള എനിക്കറിയാം. ബിക്കോസ് ഇത് എൻ്റെ എക്സാക്റ്റ് ബർത്ത്ഡേ ഡേറ്റിന് അന്ന് തന്നതാണ്. ഇത് ഞാൻ തുറന്ന് നോക്കിയായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്ന് എന്നെ തുറന്ന് നോക്കണമായിരുന്നു. തുറന്ന് നോക്കി. എനിക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
മിക്ക പെണ്ണുങ്ങൾക്ക് ഈ കളർ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ലാവൻഡർ കളർ. ഇത് ഒരു ഇന്നറൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഫുൾ അനാർക്കലിയാണ്. ആൻഡ് ഇതിൻ്റെ ഷാൾ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു കോൺട്രാസ്റ്റ് കളറാണ്. കോൺട്രാസ്റ്റ് മീൻസ് ഈ കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് ഡിഫറെൻറ്റ് ഒരു, എനിക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല. നല്ല കുഴകുഴാന്ന് കിടക്കുന്ന ഒരു തുണിയായിരുന്നു. ഇതെനിക്ക് ഭയങ്കര എലഗൻ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു ഞാനിത് ഇട്ടിട്ട്. സോ നല്ല അത്രയൊക്കെ പൂശിയാണ് എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുള്ളത്. ഇതെന്തൊക്കെ ഞാൻ എടുക്കും അന്നൊക്കെ വേണം. കഴുകൂല എന്തായാലും ഞാൻ ഇത് ഓപ്പൺ ചെയ്ത്. എനിക്ക് ഓൾറെഡി ഇതുപോലത്തെ ഒരു ഡ്രസ്സ് മുമ്പേ ഉണ്ടായിരുന്നു, ഒരു പിസ്ത ഗ്രീൻ. സെയിം അതാണ്. ഇത് കണ്ടോ, ഇന്നർ അറ്റാച്ച്ഡ് ആണ്. നല്ല രസമുള്ളൊരു സാധനമാണ്. ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ഇട്ടോക്കിയിട്ടാണ് ഇത്ര റിവ്യൂ ഒക്കെ പറയുന്നത് കേട്ടോ. വീണ്ടും ഒരു ഇത് സാരിയാണെന്ന് തോന്നുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. മുന്നത്തെ ഇവരൊക്കെ ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡ്, ഡബിളോ ട്രിപ്പിളോ എങ്ങാണ്ട് കട്ടിക്കുണ്ട്. ഇത് രസമുണ്ട്. ഞാനിത് പുറത്തെടുക്കണം. അത്യാവശ്യം ഞാൻ ഭയങ്കര സാരി പ്രാന്തിയാണ്. എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സാരി കൊടുക്കാനുള്ളൊരു മോഹമാണ്. പണ്ടൊന്നും എനിക്ക് കൊടുക്കാൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാരി വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ പോയിട്ട് എടുക്കുന്ന സാധനം ഇപ്പോൾ സാരിയാണ്. സോ ആരും അത് മനസ്സിലാക്കിയിട്ട് എനിക്ക് കൊണ്ട് തന്നെയാണ്. ഇത് ആരാണെന്നുള്ളത് അറിയത്തില്ല. തന്നത് വന്ന ആൾക്കാരിൽ ഒരാളാണ്. പക്ഷേ കാരണം സെയിം കവർ ഉണ്ടല്ലോ, സെയിം ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇത് ആരാ തന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വഴിയെ ചോദിച്ച് മനസ്സിലാക്കും. സാരി കൊള്ളാം, അടിപൊളി, നല്ല കളറല്ലേ. എനിക്ക് നല്ലതായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. Thank you so much for this. And what next? Yeah. And ഇത് വലിയ ബോക്സ് ഉള്ളതൊരു കുഞ്ഞ സാധനം ഉണ്ടെങ്കിൽ കുഞ്ഞ സാധനത്തിന് ഭയങ്കര വാല്യൂ ആണ്. ഇതെൻ്റെ ഓൺ ആൻഡ് ഓൺലി എൻ്റെ ഒരു ഫ്രണ്ട് ഷക്കീറ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൾക്കൊരു ചാനലുണ്ട്. അപ്പം അയാളുടെ ചാനലിനെ കുറിച്ചിട്ട് ഞാൻ വഴിയെ പറയാം ഗൈസ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ ചാനലിലും ഈ ചാനലിലും പ്രത്യക്ഷപ്പെടും. ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ജബൽ ജേസ് പോയിട്ടുള്ളത് ലവൾ എന്നെ ഒരു റിങ്. അതൊക്കെ ഞാൻ ഭയങ്കര റിങ് പ്രാന്തിയാണെന്നുള്ളത്. സാരി പ്രാന്തി എന്ന് പറഞ്ഞാൽ റിങ് പ്രാന്തി. എനിക്ക് ഇഷ്ടംപോലെ റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവൾ കൊണ്ട് തന്നാണ്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഇതുവരേക്കും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്കറിയാം ഇത് ഗോൾഡാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ സാധനം എൻ്റെ കണ്ണിപ്പെടാതെ ഏതൊക്കെയോ ഇടയിൽ കിടക്കണം. ഇത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടിട്ട് ഒരുമിച്ച് കൂട്ടി അങ്ങ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് എല്ലാം ഞാൻ എടുത്ത് ഒതുക്കി ആ ഒരു മാന്യതയിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓരോന്നിങ്ങനെ നോക്കി അങ്ങോട്ട് വച്ച് കഴിയുമ്പോഴത്തേക്കൊരു സമാധാനമാണ് കേട്ടോ. ഇപ്പം തലയിടുന്നത് എന്തിനാന്ന് ഇതെന്താപ്പാ അതാണ് എനിക്ക് വയ്യ കേട്ടോ. അല്ല ഓക്കെ. ഈ ഒരു സാധനം എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ. ഇത് തന്ന ആളാരാന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് ഇത് തന്നപ്പോൾ ഏറ്റവും സ്പെഷ്യൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മൈൻഡൊക്കെ ഓഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ മൊമെൻറ്റിൽ എനിക്ക് ഈ ഒരു ഫ്ലേവർ കൈ കിട്ടിയുടെ മുതൽ ഒരു 2 days ഓക്കെ, ഞാൻ ഇവിടെ ദുബായിലുള്ള സമയം വരയ്ക്കും ഇതിൻ്റെ സ്മെൽ എന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഫ്ലേവറിൻ്റെ പേര് അറിയത്തില്ല. ഇതിൻ്റെ ആ സമയത്തുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സാധനം എനിക്ക് തന്ന ആളടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് അതിനൊപ്പം തന്നെ വേറൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ സാധനം ഏതാണ്ടങ്ങ് ചീത്തയായി. ഇപ്പോൾ ഞാനിത് വെച്ച് കളയാൻ വേണ്ടിയിട്ട് സമയം ഞാൻ വന്നിട്ട് ഇതൊരിക്കൽ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് സത്യം. ഈ സാധനത്തിൻ്റെ ഒറിജിനൽ ഞാൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ബിക്കോസ് ഇത് തന്നത് വേറൊരാളാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു സാധനമൊപ്പം ഈ ഒരു കേക്കും ആൻഡ് ഇതിനോടൊപ്പം തന്നെ വേറൊരു സാധനം ഓക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതെനിക്ക് അറിയാത്തൊരാൾ മീൻസ് ഞാനിതൊരു കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. UK എന്നാണ് എനിക്ക് ഈ ഗിഫ്റ്റ് എത്തിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സാധനം അന്നേരം തന്നെ ഞാൻ നോക്കിയായിരുന്നു. കാരണം എനിക്ക് ആരാന്ന് അറിയത്തില്ലായിരുന്നു, സെൻറ്റർ ആരാന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിലല്ല കിട്ടിയത്. നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലാണ് കിട്ടിയത്. അങ്ങനെ തന്നതാണ് ഈ ഒരു മാല. ഈ ചുറ്റൊക്കെ ഉള്ളത് ഡയമണ്ടാണ് കേട്ടോ. ഇതല്ല, ഈ ഒരു ഇതല്ല, ഇതിൻ്റെ ചുറ്റുള്ള ഡയമണ്ടാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഓൾറെഡി എൻ്റെ കഴുത്തിലൊരു കുട്ടി മാല, അത് അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മാല ഞാൻ സ്ഥിരമായിട്ട് യൂസ് ആക്കുന്നതാണ്. അപ്പം ഇതെനിക്ക് ഇടണമെന്നുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ, ഇത് ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ എടുക്കുന്നത്.
സത്യം പറയാൻ ഇത് കാരാ തന്നെന്ന് എനിക്ക് പറയാൻ പാടില്ല. കുറേ ഡ്രസ്സ് കിട്ടി, എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടി. ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. അയ്യോ എന്തൊക്കെയോ വീഴുന്നുണ്ട്, എന്താണെന്ന് അറിയാൻ പാടില്ല. സൈസ് എനിക്ക് കറക്റ്റ് അല്ല കേട്ടോ, കറക്റ്റ് അല്ല. ബിക്കോസ് ഇതിൽ ലാർജ് കാണിക്കുന്നുണ്ട്. ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇടാൻ പറ്റുന്നതാണോ? അല്ല, ഇത് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇതെനിക്ക് കണക്കല്ല, ഞാനിത് റീഗിഫ്റ്റ് ചെയ്യേണ്ടി വരും. ലാർജ് എഴുതിയിട്ടുണ്ടെങ്കിലും ലാർജ് അല്ല ഇത്. ഓക്കെ, ഇതെന്താ എൻ്റെ കൂടെ? ഓക്കെ, ഇതിനോടെ ഒരു പാൻറ് വന്നിട്ടുണ്ട്. പാൻറ് മാത്രം. ഇത് ആര് തന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് എങ്ങനെ കാണുന്നില്ല. ഞാൻ അത്യാവശ്യം തടിയുണ്ടല്ലോ, ഒരു എക്സലൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ആക്ച്വലി ഇത് ലാർജിൻ്റെ അത്രയല്ല കേട്ടോ, കുഞ്ഞാണ്, ഭയങ്കര കുഞ്ഞാണ്. ഇത്രേ ഉള്ളൂ, ഇത്ര കണക്കാവൂല എനിക്ക്. ഞാൻ അതിൽ നോക്കുമ്പോൾ, വീഡിയോ നോക്കുമ്പോൾ നല്ല വലുതായിട്ടാണ് കാണുന്നത്, പക്ഷെ നേരിട്ട് ഭയങ്കര ചെറുതാണ് കേട്ടോ. അതെങ്ങനെ ഞാൻ ഇപ്പോൾ കാണിക്കല്? ഇതുണ്ടോ, ഭയങ്കര കുഞ്ഞ. എനിവേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ലിയോപാഡിൻ്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബട്ട് എന്നാലും വിഷമമുണ്ട് ദാസാ, വിഷമമുണ്ട്. എൻ്റെ സൈസ് കറക്റ്റ് അല്ല. ഇതാരാ അപ്പം എനിക്ക് കൊണ്ടുവന്നത്? ആരാ? എൻ്റെ സൈസൊക്കെ ചോദിച്ചൂടെ വരണതിന് മുമ്പ്? ഞാൻ പറഞ്ഞിരുന്നില്ലായിരുന്നോ? എത്തുന്നില്ല. അയ്യോ സോറി. ബ്യൂട്ടിഫുൾ, നൈസ്. ഇതും ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഇതൊക്കെ ഏത് കാലത്ത് ഇടാനാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഒരു മാസം വരെ ഞാൻ തുറക്കാതെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം എന്തായിരിക്കും? ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും. ഓക്കെ, ഒരെണ്ണം എൻ്റെ ബാക്കിൽ നിന്ന് ഉറങ്ങുമായിരുന്നു. നോക്കിയതൊക്കെ ഞാൻ അങ്ങോട്ട് വയ്ക്കട്ടെ. സെയിമാണോ പടച്ചോനെ? നാണ്ട് വേറൊരു സാധനം സെയിമാ. ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയ പോലെ ഇല്ലേ? യല്ലാ, ഇതെന്ത് വിധി കുറച്ചുകൂടെ. സെയിം ഷോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. കവറിൻ്റെ കളർ മാത്രം ഡിഫറെൻ്റ് ആണ്. നോക്കാം എന്താണ് അവസ്ഥയെന്നുള്ളത്. ഭയങ്കര ഹെവി റബ്ബേ, ഭയങ്കര ഹെവിയേ. ഞാൻ മോനെ അല്ലാട്ടാ. ഇതെനിക്ക് സെറ്റാവും കേട്ടോ. ഇത് അടിപൊളിയാണ്. ശരി, എന്നാ XXL ആണ്, ബട്ട് ഇറ്റ്സ് ലുക്ക് ഗുഡ്. ഇവിടെ ഒരു ബെൽറ്റ് പോലൊരു സാധനം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഒരു ബെൽറ്റിൻ്റെ ആ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ, ബെൽറ്റ് അല്ല. ഇവിടെ ഇങ്ങനെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട്. ഇതും ഫ്ലോർ ലെങ്ത് ടൈപ്പ് ഒരു ഗൗണാണ്. പ്ലീറ്റഡ് ആണ് കേട്ടോ, പ്ലീറ്റഡ് ആണ്, ബട്ട് ഫുള്ളി ലെയർഡ്. ഇതിനൊപ്പം ഒരു ഷാളുണ്ട്. ഇതിൻ്റെ കൂടെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിച്ചതായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അത് സൈസ് പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ഇത് അവിടെ ഉന്നയിച്ചത്. ഗൈസ്, ഞാൻ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ പെട്ടെന്ന് തീർക്കാമെന്നുള്ളത്. ഞാൻ ഓരോന്നും ഇങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേനും 4 മിനിറ്റ് ആവും. അപ്പോൾ ഞാൻ കട്ടാക്കും, വീണ്ടും എടുക്കും, കട്ടാക്കും. ഈ ഒരു സാധനം ഞാൻ എന്താ പറയുക, ഇതിൽ പ്രത്യേകിച്ചൊന്നും കണ്ടുകഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് എന്താണെന്നുള്ളത്. ഇതൊരു നോർമൽ കവർ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോവും ഗൈസ്. അപ്പോൾ എനിക്ക് മുന്നേ അറിയാം ഇതിനകത്ത് എന്താണെന്നുള്ളത്. ബട്ട് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയാം എന്താണെന്നുള്ളത്. ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് മുന്നേ അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് എന്താണെന്നുള്ളത്. ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതിനകത്ത് എന്താണെന്നുള്ളത്? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വേണ്ട, ഞാൻ തന്നെ കാണിക്കാം. നമുക്ക് ആദ്യം വലിയ ബോക്സിലുള്ളത് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് ചെറിയ ബോക്സിലുള്ളത് ഓപ്പൺ ചെയ്യാം. അല്ലാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം തന്നെയാണ്. പക്ഷേ ഈ ഒരു സാധനം ഒത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ഞാൻ മാത്രമല്ല. പക്ഷേ ഇതെനിക്ക് വാങ്ങിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഉള്ളിലൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഇത് കിട്ടിയത്.
വേറെ ഒന്നുമല്ല. അയ്യോ എൻ്റെ കവർ കീറിപ്പോയ പഠിച്ചോനെ, ഇനി ഞാൻ എങ്ങനെ കാണിക്കും. ഇത് 16 Pro ആണ്, പുതിയ ഫോണാണ്. ആസ് യു നോ ഗൈസ്, ഓഫ് കോഴ്സ് പുതിയ ഫോണായിരിക്കുമല്ലോ. എന്നാലും ഇതിൻ്റെ കവർ കയറിപ്പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പോടും എൻ്റെ ആക്രമം. നോർമലി ഞാൻ പാക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പാക്ക് പൊട്ടിക്കുന്നത്. ബട്ട് ഇതെനിക്ക് ഞാൻ ഭയങ്കര സോഫ്റ്റ് ടച്ചിലാണ് പൊട്ടിച്ചത്. ബട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഏതോ ഒരു പൊട്ടൻ, ഇത് റാപ്പ് ചെയ്ത പൊട്ടൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ചു വെച്ചു. എന്തിനാ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിക്കുകയും? ഓക്കെ, ഈ കവർ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സാധനം. ഇതാണ് ഞാൻ ചുമ്മാ ഞാൻ കാത്തൊന്നിരുന്നില്ല. എനിക്ക് ഈ സാധനം വേണ്ടായിരുന്നു, പക്ഷെ ഒരാൾ ഗിഫ്റ്റ് തന്നതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഇതിനകത്തും സിമിലർ ടു ഈ ഫാമിലിയിൽ നിന്ന് വന്നൊരു ഐറ്റമാണ്. ഇതിനിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അക്രാന്തിക്ക് എയർപോർട്ട് എനിക്ക് ഒരുപാട് ഇപ്പം എയർപോർട്ട് ആയിട്ടോ. ഞാനിങ്ങനെ ഓരോന്നും പുതിയ ജനറേഷൻ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ബർത്ത്ഡേ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരും. ഇതുവരെയ്ക്കും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടുന്നതാണ്. വാങ്ങിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഓർക്കേണ്ടിയിരിക്കുന്നു. 10 മുതൽ X മുതൽ ഇപ്പോൾ 16 വരെ എത്തിയിട്ടുണ്ട്. എനിക്കിത് എൻ്റെ ഓർമ്മയിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അതെ, ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരെണ്ണെന്തോ ഇല്ല വാങ്ങിച്ചിട്ടില്ല എണ്ണ. അപ്പം ഇതാണ് ഗൈസ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. പൊട്ടിച്ചിട്ടുണ്ടേ, ഇനി സങ്കടപ്പെടണ്ട. ഞാൻ അടുത്ത ബർത്ത്ഡേക്ക് പൊട്ടിക്കുള്ളൂ എന്ന് എന്നെ കളിയാക്കിയ ആളോടാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഞാൻ 1 മാസത്തിനുള്ളിൽ ഒരു മാസമായപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ആൻഡ് ഓക്കെ, ഇതൊന്നുമല്ല, ഇതിൻ്റെ കൂടെ ഉള്ളൊരു ചാർജറാണ്. ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഞാനിത് സേഫ് ആക്കിയിട്ട് ഉടക്കിയിട്ട് ഞാൻ ഇത് പൊട്ടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആയിട്ട് വെറുതെ സമയങ്ങളുണ്ടല്ലോ, ജസ്റ്റ് എന്താണെന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ട് തുറന്നതേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഇനിയും കുറേ താഴെ കിടപ്പുണ്ട്. പ്ലീസ്, ഇത് ആക്ച്വലി എനിക്ക് ഒരാൾ തന്നതാണ്. അത് ബർത്ത്ഡേ മാനിച്ച് തന്ന അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ ഇതുവരെയ്ക്കും ഓപ്പൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കണമെന്നേ ഉള്ളൂ. സോ ഇന്ന് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ബർത്ത്ഡേയോട് പ്രമാണിച്ചിട്ടൊന്ന് തുറക്കാൻ എനിക്ക് തോന്നി. ഈ ഭയങ്കര നല്ലൊരു അട്രാക്റ്റഡ് സംഭവമാണല്ലോ ഇതിൻ്റെ ഒരു ഫ്രണ്ടിലുള്ള ഒരു പോലീസിൻ്റെ വാച്ചും പിന്നെ ഒരു ബ്രേസ്ലെറ്റും ആണ്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രാന്തിയാണ്. ഇഷ്ടം പോലെ വാച്ചും ഇഷ്ടം പോലെ ബ്രേസ്ലെറ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ സെപ്പറേറ്റ് ഒരു വ്ളോഗാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. കാരണം അത്ര ഒരു വ്ളോഗിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊരു സെപ്പറേറ്റ് വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന്. ആൻഡ് ഈ ഒരു സാധനം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? യെസ്, അടിപൊളി അല്ലേ? താങ്ക് യു സോ മച്ച്. എവിടെ എൻ്റെ മൂടിയൊക്കെ അല്ല. ഈ ഒരു സാധനത്തിനോട് ഇനിയൊരു സാധനം കൂടെ കാണിക്കാനുണ്ട്. ഇതിൻ്റെ പേരായിട്ട് തന്നെ ഞാൻ കാണിക്കണം. ഇത് എനിക്കൊരു എന്താ പറയുക, നമ്മളെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഫസ്റ്റിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയ സാധനമാണിത്. പക്ഷേ എനിക്ക് എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഈ സാധനം കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വിഷമത്തിൽ ഞാൻ 1 വർഷമായിട്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി. ഓക്കെ, ഫോസിലിൻ്റെ ഒരു വാച്ചാണ്. അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുള്ള വാച്ചല്ലേ? സോ താങ്ക് യു സോ മച്ച്. ഇത് എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട ഒരാളാണ് തന്നത്. ബട്ട് അന്ന് ഞങ്ങൾ അത്ര വേണ്ടപ്പെട്ട ആളുകളല്ലായിരുന്നു. ബട്ട് എൻ്റെ ബർത്ത്ഡേണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തു വെച്ചൊരു സാധനം എനിക്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. ഞാൻ ഇത് കാണിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ സാധനം ഇതുവരെയ്ക്കും ഞാൻ യൂസ് ആക്കാത്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്. പിന്നെ ദിസ് വൺ, ഇത് ഒരു പെർഫ്യൂം. പിന്നെ ഇതിനകത്ത് അല്ലറ ചില്ലറ വേറെ കുറേ സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല, അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പെർഫ്യൂമാണ്. ഇതെനിക്ക് അത്യാവശ്യം കുറച്ച് കാലങ്ങളായിട്ട് അറിയുന്ന ഒരാൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇത് പെർഫ്യൂമിന് ഞാൻ അധികം യൂസ് ഈ ചർക്കൻ്റെ കായ് ഞാൻ നോക്കി വെച്ച് എൻ്റെ മണ്ടയിൽ കൂടെ എടുത്ത് ചാടുന്നു. സോറി ഗൈസ്, ഞാൻ കുറച്ച് ഇവൻ്റെ മുമ്പിൽ മാത്രം ഇങ്ങനെയാണ്, നിങ്ങളാരും ഒന്നും വിചാരിക്കും. അപ്പോൾ പറഞ്ഞു തന്നത് ഈ സാധനം പെർഫ്യൂമിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പെർഫ്യൂമൊന്നും കാര്യമായിട്ട് യൂസ് ആക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പെർഫ്യൂം ഗിഫ്റ്റ് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്ലീസ് എനിക്ക് അത് മാത്രം തരരുത്. ഞാൻ ഉപയോഗിക്കുന്നതിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. എനിക്ക് കുറച്ച്
സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറലായിട്ടുള്ള സ്മെല്ലേ പറ്റത്തുള്ളൂ. കുറച്ച് ഹാർഡായിട്ടുള്ള ഇതൊക്കെ എനിക്ക് ഹാർഡാണെന്ന് തോന്നുന്നു. ഇത് എന്തായാലും പൊട്ടിച്ച് നോക്കണം ഗൈസ്, നോക്കണം. ബട്ട് എൻ്റെ റിക്വസ്റ്റാണ്, എനിക്കാരും ഗിഫ്റ്റായിട്ട് തരരുത് പ്ലീസ്. ഇനി എനിക്ക് കുറേ ബർത്ത്ഡേകൾ വരാനുണ്ട്. ആ ബർത്ത്ഡേകളിലൊന്നും നിങ്ങൾ ഈ പെർഫ്യൂം തരരുത് പ്ലീസ്. ഗൈസ്, ദിസ് ഈസ് ഓൾസോ എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു മലബാർ ഗോൾഡ് ഡയമണ്ട്സ് എന്നാണ് വാങ്ങിച്ചത്. ഇത് 18 ക്യാരറ്റ് ഗോൾഡാണ്. ഇത് ലാസ്റ്റ് ബർത്ത്ഡേക്ക് കഴിഞ്ഞിട്ട് തന്നതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ കൊണ്ടുപോയി. ഇത് ഞാൻ ഒരു വട്ടം ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ബട്ട് ഇതെനിക്ക് എവിടെയും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇത് ഉൾപ്പെടുത്തി. ബിക്കോസ് ഇതെൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയത് തന്നെയാണ്, 1 വർഷമായി കിട്ടിയിട്ട്. അപ്പോൾ അന്നേരം എനിക്ക് അൺബോക്സിങ്ങിൽ ഈ വക സാധനങ്ങൾ, അയ്യോ എൻ്റെ എയർപോർട്ട് അവിടെ പോടാ, ഇതെവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവനിങ്ങനെ തട്ടി കളിക്കാറുണ്ട്. തൽക്കാലം ഇതിൻ്റെ ചെവി തന്നെ ഇരിക്കട്ടെ. ഓക്കെ, സോ ഈ സാധനം ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അൺബോക്സിങ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് കാണിച്ചെന്നുള്ളൂ. ഇതിൻ്റെ ബോക്സ് ഒന്നുമല്ല, ബോക്സൊക്കെ നാട്ടിൽ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ആക്കണമെന്ന് കരുതി മാത്രം ഞാൻ തിരിച്ചെടുത്തതാണ്. പിന്നെ സേഫ് ആക്കിയിട്ട് ഞാൻ ഒരു ബോക്സ് വെച്ചതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു സാധനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അവളെ പത്രാസ് അവൾ കാണിക്കുകയാണെന്നൊന്നും തോന്നരുത് നിങ്ങൾക്ക്. ഈ ഒരു സാധനം ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്തതാണ്. മറ്റുള്ളതിന് എല്ലാത്തിനേക്കാൾ എനിക്ക് കൂടുതൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണിക്കുന്നതിനാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. ബിക്കോസ് ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച ബർത്ത്ഡേ ഗിഫ്റ്റാണ്. സെയിം എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് തന്നെ ഞാൻ 2 ദിവസം മുന്നേ പോയി നോക്കി വെച്ച്, എന്നിട്ട് കറക്റ്റ് ബർത്ത്ഡേയുടെ അന്ന് പോയിട്ട് ഞാനിത് വാങ്ങിച്ചതാണ്. നിങ്ങൾ കാണുമ്പോൾ ഞാൻ വലിയ ആഡംബരം കാണിക്കാമെന്നൊന്നും വിചാരിക്കരുത്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ആരോടും പറയാതെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സെൽഫ് ഗിഫ്റ്റ് ചെയ്യണം. ഒരു കേക്ക് വാങ്ങിച്ച് സ്വന്തമായിട്ട് ആരും അറിയാണ്ട് കട്ട് ചെയ്ത്, ഇതൊക്കെ എൻ്റെ ആഗ്രഹം മാത്രമായിട്ട് എന്ന് ഒതുങ്ങുന്നത് കൊണ്ട് വേറൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ സെൽഫ് ഗിഫ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനിത് വാങ്ങിച്ചതന്നേ ഉള്ളൂ. ഞാനിത് ഇട്ടു. ബർത്ത്ഡേക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ സാധനം എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരു ഹാൻഡ് സെറ്റാണ് കേട്ടോ, നമ്മൾ കയ്യിലിടുന്നത്. നിങ്ങൾ അധികം ഇപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു സാധനം ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രസൻറ്റ് ചെയ്തതാണ്. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടുന്നു പറയാം, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാതെന്നുള്ള എന്താണ് നിങ്ങൾ പറഞ്ഞോട്ടോ കമൻറ്റിൽ. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആരെന്ത് തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും കാലം സ്പെഷ്യൽ എനിക്ക് ഇതാണ്. കാരണം ഒത്തിരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിലെപ്പോഴും എനിക്ക് ഇങ്ങനെ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളൊരു സാധനം ഈ പറഞ്ഞ ഹാൻഡ് സെറ്റാണ്. പണ്ട് മുതൽ എനിക്ക് ആഗ്രഹമാണ് ഇങ്ങനെ ഹാൻഡ് സെറ്റ് ഇടണമെന്നുള്ളത്. പക്ഷേ ലൈറ്റ് വെയ്റ്റിൽ ഇത്രയും പടപണ്ടാരങ്ങളൊക്കെ ഉള്ളൊരു സാധനം എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി ആ കാര്യത്തിൽ. സോ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ വെച്ചാണ്, എങ്ങനെയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടു, ഞാൻ കാണിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഇനിയുണ്ടല്ലോ പഠിച്ചോളെ, ഇതെന്താപ്പാ വഴിയെ കാണിക്കാം. ഇനി നമുക്ക് കുറച്ച് റാപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഓപ്പൺ ചെയ്യാം. ഇതൊക്കെ തന്ന ആരാന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ബ്രദർ തന്നതാണ്. ഇത് തുറക്കാൻ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടല്ലോ തുറക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഭയങ്കര നീറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പം തുറക്കാനേ തോന്നത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എനിക്ക് റാപ്പ് ചെയ്ത് കൊണ്ട് തരരുത് എന്നുള്ളത്. നിങ്ങൾക്ക് പൊളിക്കുകയാണ്, അറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ ആളാണ് ഞാൻ. എന്തെങ്കിലും പൊതിഞ്ഞൊരു പേപ്പറിൽ എന്തെങ്കിലും പൊതിഞ്ഞെന്നാൽ പോലും ഞാൻ അത് കുറച്ച് നാളത്തെ ഇങ്ങനെ വച്ചിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ വച്ചിരുന്ന ഒരു സാധനം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3-4 വർഷത്തിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്, അതൊരു ഒക്കേഷൻ തന്നതാണ്. ആ സംഭവം അവിടെ നടക്കാണ്ടായപ്പോഴത്തേക്കും അതെനിക്ക് തുറക്കാനുള്ള ആ ഒരു ആഗ്രഹം നഷ്ടപ്പെട്ടു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ ഒരു സാധനം തുറന്നതിൻ്റെ വീഡിയോ വഴിയെ വരുന്നതായിരിക്കും. നമുക്കിത് തുറക്കാം. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ല എത്ര മണിക്കൂറായി. ഞാൻ എന്നാലും ഷോർട്ട് ആക്കി ഇടാൻ വേണ്ടി നോക്കാം. എന്താപ്പം ഇതിനകത്ത്? അയ്യോ, എന്തൊരു നല്ല സൂപ്പർ ഒരു സാധനം. എൻ്റെ അല്ലാ, ഇതിപ്പോൾ ഞാൻ എന്താക്കും? എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടാത്തത്. ഏതാണ്ടൊക്കെ എനിക്കൊരു ഐഡിയ ഇതിനകത്ത് എന്താണെന്നുള്ളത്, കാരണം കുറച്ച് കണ്ടു ഇതിനകത്ത്. അയ്യോ, എനിക്കിഷ്ടപ്പെട്ട്. ഓ ഗോഡ്, 2 റോസ്. ഇതിലിങ്ങനെ ഇത് USB ആണ് കേട്ടോ. ഇത് ഞാൻ എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു എന്ന് അറിയത്തില്ല, ഒരു അത് തന്നെ ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് വേറൊരെണ്ണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയത്.
സോറി, അത് ബർത്ത്ഡേക്കല്ല, വാലന്റൈൻസ് ഡേക്കാണ്. സോറി ഗൈസ്, എല്ലാം വെച്ചളയും. ബട്ട് ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും ആരും എനിക്ക് ഇങ്ങനെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, സോറി, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് അധികം എനിക്ക് കിട്ടാറില്ല. ഇതെനിക്ക് ഭയങ്കര ലവബിൾ. എനിക്കിത് ആരെങ്കിലും വാലന്റൈൻസ് ഡേക്ക് തന്നിരുന്നുണ്ടെങ്കിൽ എന്താവുമായിരുന്നു എന്തോ. വാലന്റൈൻസ് ഡേക്ക് വരുന്നുണ്ട്. അഡ്രസ്സൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം, വായിക്കേണ്ട അഡ്രസ്സേ. അപ്പം ഇത് തന്ന ആളെടുത്ത് താങ്ക് യു സോ മച്ച് കേട്ടോ. ഈ സാധനം തന്നെ തിരഞ്ഞെടുത്ത് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതൊക്കെ ലാസ്റ്റ് ആക്കിയത് നന്നായി. എൻ്റെ ഫ്രണ്ടിൽ ഫുള്ളും ചവറാണ് കേട്ടോ. ഇതൊക്കെ തുറന്നതിൻ്റെതും ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ കവറ്. ഇത് ആരാ തന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ആരാ തന്നതെന്ന് അറിയാൻ പാടില്ല. നല്ല വൃത്തിക്ക് പൊഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. സമയം നമ്മളൊത്തിരി ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഭംഗി നോക്കിയിട്ട്. എന്താപ്പാ, വാവ്, വാട്ട് എ കളർ. ഇതെന്തായാലും ചുരിദാറാകും. യെസ്, ചുരിദാർ ആവാനാണ് ചാൻസ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, റോയൽ ബ്ലൂ. എനിക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ട് ഈ കളറ്. എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും എൻ്റെ ഫേസിൽ. തുറക്കണവരേ ഉള്ളൂ, പാക്കറ്റ് ഞാൻ കറവറാന്ന്. ഇതെന്താപ്പാ, എന്തത്? അയ്യോ, ഞാൻ ഇങ്ങനത്തെ സ്ലീവ് ഒന്നും ഇടത്തില്ല. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇത് ആരാ കൊണ്ടുവന്ന് തന്നേന്ന്. ബട്ട് ഇത് കുട്ടി സ്ലീവായി പോയി. ഞാൻ ഇങ്ങനത്തെ സ്ലീവ് ഒന്നും യൂസ് ആക്കാത്തതാണ്. ഇനിയിപ്പോൾ ഞാൻ വേറെ തുണി വാങ്ങിച്ചിട്ട് ഇതിൽ വെക്കണം. ഈ തുണി ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും പഠിച്ചോനെ. ഇതൊരു ധാവണിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ചു. ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഞാൻ പറയുന്നതൊക്കെ ഓപ്പോസിറ്റ് നടക്കാറുള്ളൂ. ഇങ്ങനെ ഒരു സ്കേർട്ടും ഗോൾഡൻ ബ്ലൂ കളർ ഒരു ഡോട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ഫുള്ളി ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു അതേപോലെ സ്കേർട്ടും ഒരു ടോപ്പുമാണ്. ഈ ടോപ്പ് കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്. ഈ കൈയാണ് എനിക്ക് കുറച്ച് വിഷമം തോന്നിയത്. എനിവേസ്, ഐ ലവ് ദിസ്. താങ്ക് യു സോ മച്ച്. താര തന്നെന്ന് എനിക്കറിയാം. ആളോട് താങ്ക് യു കുട്ട. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജനാ സ്റ്റുഡിയോ സിസ്റ്റർ തന്നിട്ടുള്ളത്. ജനാ സ്റ്റുഡിയോൻ്റെ സാർബായിട്ട് എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഇതിൽ കാണിക്കണമെന്ന് തോന്നി. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റിൽ കിട്ടിയൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് അവർ നാട്ടിലുള്ള സമയത്ത് എനിക്കൊരു ചുരിദാറോ ഷറാറയോ അങ്ങനെ എന്തോ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നത്. ബട്ട് അത് മിസ്സിങ് ആണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഞാൻ അത് കാണിച്ചത്. പിന്നെ ഓൾറെഡി ആ വീഡിയോ ഞാൻ പോസ്റ്റ് ആക്കിയിട്ടുള്ളത് കൊണ്ട് കണ്ടവർക്ക് അറിയായിരിക്കും. ഇത് മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ഡ്രസ്സ് എവിടെയോ ഉണ്ട്, കളഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരൊറ്റ ബാഗ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നുള്ള ആ ബാഗിലുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ബാഗിൽ നിന്ന് എടുത്തപ്പോൾ ആ ഡ്രസ്സ് കാണാനില്ല. ഒന്നിലത് വീട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ സേഫ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സിസി, ഫുൾ ഓഫ് മൈ സ്മൈൽ. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. കാരണം ഫുൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ എൻ്റെ സ്മൈൽ മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. വീണ്ടും ഒരു ബോക്സ്. ഈ കവറ് ഞാൻ സ്പോയിൽ ചെയ്തു ഗൈസ്. കാരണം ഇത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് വെറും പേപ്പറാണ്, പേപ്പർ പോലത്തെ സാധനമാണ്. അപ്പോൾ അത് എത്ര സൂക്ഷിച്ചാലും കീഴ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കീറുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഗിഫ്റ്റിനെ അപമാനിക്കുന്നു എന്നുള്ളത് ഒരിക്കലല്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ലെങ്ത് അധികം കൂടിപ്പോരും എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ്. ഇത് തന്നെയാണോ ഇതിൻ്റെ റൈറ്റ് വേ ഓഫ് ഓപ്പണിംഗ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇതും ദാറ്റ് കൈൻഡ് ഓഫ് സംതിങ്. ഓ മാഷാല്ലാ. ഇതെങ്ങനെ എൻ്റെ ഉമ്മ കണ്ടു കഴിഞ്ഞാൽ ഉമ്മ പറയും ഉമ്മക്ക് വേണമെന്ന്. കാരണം ഉമ്മ ഒത്തിരി ഇങ്ങനെ ഇതുപോലത്തെ ടൈപ്പ് സാധനങ്ങൾ ചോദിക്കാറുണ്ട്. മാഷാല്ലാ മാഷാല്ലാ. ഇത് തന്ന ആളെടുത്ത് താങ്ക് യു സോ മച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാബയുടെ ഒരു മിനിയേച്ചറാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഈ ഗിഫ്റ്റും കുറച്ച് മുമ്പ് ആ ഒരു റോസ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സാധനവും തന്നിട്ടുള്ളത്. ആ രണ്ടാൾക്കാരും സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സാണ്. അത് നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നിൽ ഇതും അതും അവർ തന്നതാണ്. ഇപ്പം ആരാര് തന്നെന്നുള്ള ഞാൻ നോക്കുന്നില്ല. രണ്ടുപേരും ഒരു വീട്ടിലുള്ള ആൾക്കാരല്ലേ. അപ്പം ഈ സാധനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. എപ്പോഴാ ഈ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ലൈക്ക് ഇത് പോക്കാണ്, ഇത് വേസ്റ്റാണ്, അങ്ങനെയൊന്നും ഇല്ലാതെ കുറച്ച് അങ്ങനെ അത്രയും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇത് ഭയങ്കര മനസ്സിൽ പതിയുന്ന കൈൻഡ് ഓഫ് സംതിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ സേഫായിട്ട് വെക്കട്ടെ. കാരണം ഇത് ഗ്ലാസ് ആണ്. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ, അല്ലാതെ എനിക്ക് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ഇതൊക്കെ തന്നെയാണ്. ഇനി ആരെങ്കിലും ഇത് തന്നത് ഞാൻ കാണിക്കാണ്ട് വന്നോ
എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ. ബിക്കോസ് എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെ മേലെ ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാം ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് എടുത്തത്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള ഞാൻ കുറച്ച് GCC കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഇനി അതൊരു വേറൊരു വീഡിയോ ആക്കിയിട്ട് എനിക്ക് കാണിക്കാനുള്ള ടൈം എൻ്റെ അല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്താ ടൈമിൽ മരിക്കാൻ പോകണം, അല്ലെന്ന്. ഞാൻ ഇപ്പോൾ ഉള്ള ഫ്ലാറ്റിൽ നിന്ന് മാറാൻ പോവാണ്, നമ്മളിവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇനി ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, കുറേ എനിക്ക് പാക്കിംഗ് ഉണ്ട്, എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഇനി എനിക്കൊരു എന്താ പറയുക ഓപ്പണിങ് ഒരു അൺബോക്സിങ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രാൻഡ് അൺബോക്സിങ് ആക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വക സാധനങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഓക്കെ ഞാനിത് ഖത്തറിലുള്ള സമയത്ത് അവിടെ നിന്നൊരു സൂക്ക് വാക്കിഫാണോ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ സൂക്ക് വാക്കിഫാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ. അവിടെ നിന്ന് ഞാനൊരു ഷോളിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ്. കളർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാനിപ്പം എവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ഷോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഉമ്മക്കാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതിപ്പം എനിക്കാണ് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. പക്ഷെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇതെനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ പോയ എമർജൻസി കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പം ഈ ഒരു സാധനം ഞാൻ മുക്കി കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കുവാണ്. കാരണം നമ്മളൊരു കൺട്രി പോയപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുള്ളതല്ല. ഞാൻ ഇതിന് മുമ്പും തായ്ലാൻഡ് പോയ സമയത്ത് ഉമ്മച്ചിക്കൊരു ഷാൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു, തകം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഉമ്മച്ചിക്ക് കൊടുക്കും. ഉമ്മ ഇങ്ങനത്തെ കളർ യൂസ് ആക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഇത് കുറച്ച് ബ്രൈറ്റ് ആണല്ലോ. അവരൊക്കെ കുറച്ച് മൂടി കളറാണ് യൂസ് ആക്കുന്നത്. ഈ കളർ ഇടുമെന്ന് എനിക്ക് അറിയണം. ഇനി ഉമ്മ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ആക്കും. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഭ്രാന്തെന്നല്ലാണ്ട് എന്താ പറയുക. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കെൻ്റെ പേര് അറിയണം, ഞാൻ കുറേ ടെൻഡ് കിടക്കുമായിരുന്നു. ഇതിൻ്റെ പേര് ദല്ലാതാണ്. ഇത് മറ്റേ ഇങ്ങനെ മറ്റേ അത് തന്നെ ആ സാധനമാണ്. എന്തോ ഇങ്ങോട്ട് രണ്ടും സെയിം കളർ. ഇപ്പോൾ എനിക്ക് ഈ കളറിൽ ആരോ കൂടോത്രം ചെയ്ത കണക്കാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സാധനം അലാദീൻ്റെ അത്ഭുത വിളക്കാണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടാണ് ഈ സാധനം ഫസ്റ്റ് പോയിട്ട് നോക്കിയത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പേര് ദല്ലാന്നാണെന്നുള്ളത്. ഇത് എൻ്റെ നാട്ടിലുള്ള വീട്ടിൽ വെക്കാം എന്ന് കരുതി വാങ്ങിച്ചു, പക്ഷെ പോയപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. ദ സെയിം റീസൺ. പിന്നെ എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്തായത് ഇറ്റ്സ് മസ്റ്റ് ബി അതെ ഖത്തർ. ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ കളക്ട് ചെയ്യുന്നൊരു സാധനമാണ് ഈ സാധനം. എനിക്ക് ഞാൻ പോയിട്ടുള്ള എല്ലാ കൺട്രീൻ്റെതും എൻ്റെ കയ്യിലുണ്ട്. സോ ഇത് സുവീനിയർ എന്ന് പറയും. ഇനി ഇന്ത്യയിൽ ഇല്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഒമാൻ്റെതില്ല. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള കൺട്രിയിൽ ഒമാൻ്റെതില്ല. പിന്നെ ഏത് കൺട്രിയുടേതാ? ബഹ്റൈൻ്റെതില്ല. ബാക്കി എല്ലാ കൺട്രിയുടേതും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ 13 കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനുണ്ട്. ആൻഡ് ഖത്തറിൻ്റെ ഇത് എനിക്ക് സത്യം ഓർമ്മയില്ല. ഇത് എവിടെ നിന്ന് ഖത്തറിൽ നിന്ന് വാങ്ങിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് വാങ്ങിച്ചതല്ല, എനിക്ക് നമ്മളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ സാധനങ്ങളുടെ അൺബോക്സിങ് ആണെന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ചിലർക്കൊക്കെ അറിയായിരിക്കും സ്റ്റീവ് മാഡൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ സ്റ്റീവ് മാഡൻ്റെ ഒരു ഷൂ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് 1 അല്ല 2 ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ 2ഉം എനിക്ക് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഒരെണ്ണം ഞാൻ ഇപ്പോൾ കളയാൻ വെച്ചിരിക്കും. ഒരെണ്ണം കളഞ്ഞു, ഒരെണ്ണം അപ്പോൾ കളയാൻ വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് കളറാണ്. ഞാൻ അല്ലാണ്ട് വേറെ ആരെങ്കിലും പോയിട്ട് ആ വൈറ്റ് കളർ വാങ്ങിക്കുമോ എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ആ സാധനം കളയാൻ വന്നു. ഈ ഒരു സംഭവം ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് നോക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് ഞാൻ പറയില്ല, എൻ്റെ ഫ്രണ്ടാണ് തന്നത്. ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് വാങ്ങിച്ചതാണ്. എപ്പിടി ഗൈസ്, നല്ല രസമല്ലേ? ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തെന്ന് പറയുമ്പം ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എന്ന് പറയുമ്പം ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. വലിയ ചെയിനാണ്, എൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓ ഇവള് ഫുള്ള് പൈസക്കാരി, ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. ഇത് ഏകദേശം ഒരു 100 ദിർഹംസൊക്കെ ഉണ്ട്. 400 ദിർഹംസ് എത്രയാപ്പാ? കാൽക്കുലേറ്റ് ചെയ്തു. എനിക്ക് നാട്ടിലെ പൈസ ഇവിടുത്തെ തമ്മിൽ അങ്ങനെ വലിയ ഇതൊന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് ചിലവാക്കും, അവിടെയും ചിലവാക്കും. ആരോക്കുന്നു ചിലവാക്കും തോറും നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുള്ളൂ കൈസ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ നോക്കും, ചില സമയങ്ങളൊക്കെ നോക്കും. ഞാൻ എന്നാൽ വലിയ കാര്യങ്ങൾക്ക് ഞാൻ നോക്കാറില്ല. ചെറിയ 10 ദിർഹംസ് 20 ദിർഹംസിൻ്റെ കടകളിലൊക്കെ കയറുമ്പോഴത്തേക്ക് ഞാൻ നോക്കും അയ്യോ ഇനി ഇത്ര ഉണ്ടോ എന്നൊക്കെ. അല്ലാണ്ട് വലിയ കടകളിലേക്ക് കയറി എന്തെങ്കിലും വൈകും നോക്കാറില്ല.
ഇനി എന്താണ് നോക്കട്ടെ. ഈ പൊട്ടി അല്ല, ഇത് നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോൾ ഉള്ള ഒരു സുവീനിയറിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് തപ്പി കടന്ന്, ഇനിയിപ്പം വീട് എവിടെയും ബാക്കിയില്ലായിരുന്നു തപ്പാൻ വേണ്ടിയിട്ട്. തപ്പ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തപ്പ വഴി മീൻ തപ്പ മീൻസ് സെർച്ച് ആക്കുന്നത്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ് സ്റ്റിൽ സം എൻ്റെ വായിന്ന് വരും. നിങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണേ. കാരണം ഞാനിങ്ങനെ ചില ടിപ്പിക്കൽ വേർഡ്സൊക്കെ യൂസ് ആക്കാം. ആ സമയത്ത് ഞാൻ തന്നെ നോക്കൂല ഈ ഒരു ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ളത്. ഇത് മിററാണ്, എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ഇത് കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഉള്ളിൽ ഒരു റെഡ് കളർ പാനലുണ്ട്, അത് എന്നെ കുറച്ച് അട്രാക്ട് ചെയ്തു. ഇതൊരു ആൻറ്റിക് കളറും കൂടെയാണല്ലോ ഒരു ഡിസൈൻ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ തുറന്ന് വരും. 2 മിററുണ്ട്. ഒരെണ്ണം കുറച്ച് നല്ല നമ്മൾ നോർമലായിട്ട്, ഒരെണ്ണം ഭയങ്കര ഡീപ്പായിട്ടുള്ള നമ്മൾ മുഖത്ത് എന്തെങ്കിലും കുത്തും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കും. ആൻഡ് താഷ്കെൻഡ് അറിയാമല്ലോ, ഉസ്ബെക്കിസ്ഥാൻ്റെ എന്തായാലും തലസ്ഥാനം താഷ്കെൻഡ്. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടോ റബ്ബേ, ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും പൊതിയും കെട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിരുന്നതൊക്കെ ചവർ കണക്കിന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഒരു സാധനം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ആ സാധനം ഞാൻ കാണിക്കാം. വേറെ ഒന്നുമല്ല, ഇത് ഓക്കെ, ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കുറേ ഉസ്ബെക്കിസ്ഥാനിലെ സോം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ല. കാരണം അത് ഇപ്പം ചേഞ്ച് ആക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് ആവശ്യമില്ല. കാരണം ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് റുപ്യാണ് നമുക്ക് ഡോളറും അതുപോലെ ദിറംസൊക്കെ ചേഞ്ച് ആക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് റുപ്യ കൊണ്ട് നമുക്ക് കൊടുത്തിട്ട് ഒരു കാര്യം, ഇവിടുത്തെ ഒരാൾ ആ പൈസ അക്സെപ്റ്റ് ഇല്ല. ഓക്കെ, നമ്മൾ കറൻസി ചേഞ്ച് ആക്കുന്നിടത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പൈസ നഷ്ടത്തിലേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ ഡ്യൂട്ടി ഫ്രീയിൽ കയറിയിട്ട് ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് കുറേ കാലമായിട്ട് വാങ്ങിക്കണമെന്നുള്ളൊരു സാധനം തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ പൊന്നെ, ഇത് അവിടെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്ത് തന്നത്. ഗുച്ചി ഫ്ലോള, ഗുച്ചിയുടെ ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഒരുപാട്, ഞാൻ ഗുച്ചിയുടെ ബ്ലോസം നിങ്ങൾക്ക് അറിയാം, ഒരു പിങ്ക് കളർ, അതാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടിരുന്ന സാധനം. പക്ഷെ അത് ആ ഒരു മൊമെൻറ്റിൽ ഞാൻ സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചതാണ്. ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ അല്ലെങ്കിൽ ഇവിടുത്തെ 1-2 ഷോപ്പിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് വന്നിട്ട് 18,43,000 അങ്ങനെയൊക്കെ ഉണ്ട്. പ്ലസ് ഒരു $65 കൂടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. ഒരു അറൗണ്ട് ഒരു 500-550 അത്രയൊക്കെ വരും. ഇവിടെ അതിനേക്കാൾ റേറ്റ് കുറവായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം, ദുബായിൽ തിരിച്ചെത്തിയതിന് ശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു ഷോപ്പിൽ 450 അങ്ങനെയൊക്കെ ഉള്ളൂ. അതിനേക്കാളും താഴെ ഒരുപാട് സൈറ്റിൽ കാണാനുണ്ട്. ബട്ട് അതൊക്കെ ഒറിജിനലാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് ഡെഫിനറ്റ്ലി ഇത് ഒറിജിനലാണ്, ഗുച്ചിയുടെ ഒറിജിനൽ സാധനമാണ്. ഈ സാധനം ഇതൊരു പൊട്ടിച്ചിട്ടില്ല. കാരണം ഈ സാധനം എനിക്കിപ്പോൾ പൊട്ടിക്കേണ്ടി തോന്നുന്നില്ല. വേറൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ഇത് ലാസ്റ്റ്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലല്ലോ. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, ബട്ട് ഇതെനിക്ക് എന്താ പറയുക, ഇതിങ്ങനെ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം, അൺബോക്സിങ് വീഡിയോ വരുന്നുണ്ടെന്നുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട പറഞ്ഞിട്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ബട്ട് എല്ലാം അൺബോക്സിങ് ചെയ്യേണ്ട സാധനം തന്നെയല്ലേ, അപ്പം എല്ലാം ഒരുമിച്ചാക്കാണ്ട് കരുതി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതോടുകൂടി ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാനുണ്ട്. കുറച്ച് നാളത്തേക്ക് എനിക്ക് യൂട്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇൻസ്റ്റഗ്രാമും പിന്നെ ഞാനിവിടെ UAE യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിക്ടോക്ക്, പിന്നെ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്ന വാട്സപ്പ് ബോട്ടിം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന്. തൽക്കാലമായിട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. യൂട്യൂബ് എനിക്ക് കളയാൻ പറ്റില്ല. ബിക്കോസ് യൂട്യൂബ് ഞാൻ എനിക്ക് വേണ്ടി തുടങ്ങിയതല്ല. യൂട്യൂബ് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വേണ്ടി തുടങ്ങിയതാണ്. അപ്പം അവരെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് വിട്ടുകളയാൻ പറ്റും. എൻ്റെ ഇഷ്ടങ്ങളാണ് ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാനൊരു വിലക്കിട്ടിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വിലക്കിടാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഞാൻ യൂട്യൂബിലുണ്ടാകും, ബ്രേക്ക് എടുക്കത്തില്ല. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളിൽ നിന്നും ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. വേറെ എവിടെയും നിങ്ങൾ എന്നെ എന്താ അത് ഓക്കെ. അപ്പോൾ അറിയാത്ത ആൾക്കാരുടെ ചില ആൾക്കാർ ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നുണ്ടാവും, ജനാന എന്താ ഇൻസ്റ്റാഗ്രാമിൽ കാണാത്തത്, ജനാന എന്താ വാട്സപ്പിൽ കോൺടാക്ട് ആക്കാൻ പറ്റാത്ത, ബോട്ടമിൽ കിട്ടുന്നില്ല എന്നുള്ളത്. ജനാന ബോട്ടമിൽ കിട്ടാത്തതും വാട്സപ്പിൽ കിട്ടാത്തതും വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ മൊത്തത്തിലൊരു ബ്രേക്ക് എടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം വേറൊരു വീഡിയോയിൽ. അപ്പം എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അത്ര തന്നെ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ബൈ ഗൈസ്.